ആവേശത്തിനിടയിൽ ഇതാ കുറച്ച് അർജന്റീനക്കാരെ നമുക്ക് കാണാം, ഒരു ബ്രസീലുകാരനെ ഇവിടെ കാണാം. ഇത് ഒരു കുട്ടി അർജന്റീന ആരാധകനുണ്ട്. എന്താ പേരെന്താ? പറയാനായില്ല അല്ലേ? അതിനിടയിൽ ഇതാ ബ്രസീൽ ഫാൻ ആയിട്ട് നമ്മുടെ സ്വന്തം നടൻ കൂടിയായിട്ടുള്ള ഷംസുക ഉണ്ട്. ഷംസുക ബ്രസീലാണല്ലേ? ചതിച്ചല്ലേ? മഞ്ഞയാണ്. പക്ഷെ ഇവര് പറയുന്നത് നീലപ്പട കൊണ്ടുപോകുന്നതാണ്. അതിപ്പം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതല്ലേ, അതിന്റെ ഒരു ചൊരുക്കാണ്. കാത്തിരുന്ന് കാണാം എന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. അതാണ് ആവേശമാണ് ഫുട്ബോളിന്റെ ആവേശം. എന്തായാലും എൻ്റെ ജേഴ്സിയും എൻ്റെ തൊപ്പിയും കണ്ടാൽ ഇപ്പോൾ എൻ്റെ ടീം ഏതാണ് എന്ന് പലർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ അവസാനം എൻ്റെ ടീം ഏതാണെന്ന് ഞാൻ പറയാം. ലോകകപ്പിൻ്റെ ഫുട്ബോളിൻ്റെ ആവേശം അലയടിച്ചു തുടങ്ങുകയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ. ഇനിയിപ്പോൾ അത് ലോകകപ്പ് ആവേശത്തിന് പന്തുരുളാൻ ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ്. പക്ഷേ അത്രയൊന്നും കാത്തിരിക്കാൻ നമ്മൾ മലയാളികൾക്ക് ക്ഷമയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെ വെള്ളിപ്പറമ്പ് വരമ്പിലാണ്, കോഴിക്കോട് വെള്ളിപ്പറമ്പ് വരമ്പ്. നമുക്ക് കോഴിക്കോടും മലപ്പുറവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിൻ്റെ ഈറ്റില്ലങ്ങളാണ്, ആവേശം നിറയുന്ന ഇടങ്ങളാണ്. അവിടെ ഇപ്പോൾ നമുക്ക് വിവിധ ടീമുകളുടെ ജേഴ്സികളിൽ അണിനിരുന്ന ആൾക്കാരെ കാണാം. ഇഞ്ചോടിഞ്ച് വാശിയോടുകൂടിയുള്ള പോരാട്ടമാണ്. ഇവർക്കിടയിൽ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമാണ് അർജന്റീനയുടെ ജേഴ്സിയും ബ്രസീലിൻ്റെ തൊപ്പിയും ഒക്കെ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ടീമിൽപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. എന്നാലും ഏതാ ടീം എന്നുള്ളത് ഞാൻ അവസാനം പറയാം. എന്തായാലും ഇവിടെ നമ്മളെ കൂടെ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗാനരചയിതാവ്, പ്രശസ്ത ഗാനരചയിതാവ് ബാപ്പു വെള്ളിപ്പറമ്പുണ്ട്. ബാപ്പൊക്കെ ബ്രസീലിന്റെ തൊപ്പിയാണല്ലോ. ബ്രസീലാണ്. ആരാധകര് കോപിക്കട്ടെ. ഫുട്ബോളിൽ ഓരോ നിലപാടുണ്ടാവുമല്ലോ, കളിയിലെ നിലപാട്. അർജന്റീന ഫാൻസ് വന്നിട്ട് ഇനിയിപ്പോ ബാപ്പക്കാൻ എഴുതിയ പാട്ട് ഞങ്ങൾ കേൾക്കൂല, അതൊന്നും അവർ പറയില്ല. അവർ പറയത് സ്പോർട്സ് മെൻ സ്പിരിറ്റോട് കാണും. അർജന്റീന ലോകം 1-ാം നമ്പറാണ്. പിന്നെ ഇത്തവണ കഴിഞ്ഞ തവണ കപ്പടിച്ചവരാണ്. ഞങ്ങൾ 4-5 പ്രാവശ്യം 1-ാം നമ്പർ ആയിരുന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കപ്പടിച്ച് വിചാരിച്ചത് എപ്പോഴും ഒരു മുയൽ ചക്ക വീണ മുയലിനെ കിട്ടൂല്ലോ. എന്താ അർജന്റീനക്കാരുടെ മറുപടി? കഴിഞ്ഞ പ്രാവശ്യം കപ്പടിച്ച ടീമാണ്, ഈ പ്രാവശ്യം അത് തന്നെ കൊണ്ടുപോകും. ഒരു സംശയമില്ല അക്കാര്യത്തിൽ, ഒന്നുമില്ല, ഒരു സംശയം. പൊളിച്ചടുക്കും. ബ്രസീൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല അവിടെ, അതാ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തതുപോലെ തന്നെ ഈ പ്രാവശ്യം ഉണ്ടാവില്ല. എന്താ ഇറ്റലിക്കാരെന്താ? അർജന്റീനയും ആളുകൾ ബ്രസീലിനും അർജന്റീനക്കും ആളുള്ളത് 11 ആളല്ലേ കളിക്കുള്ളൂ. അപ്പൊ കപ്പ് ഞങ്ങൾ എന്തായാലും അടിച്ചിരിക്കും. അതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നാളെ കളിക്കുള്ളൂ. ആ കപ്പ് ഞങ്ങൾ അടിക്കും. പണ്ട് സിനദിൻ സിദാൻ കളിച്ച സമയത്ത് ഫ്രാൻസിന്റെ ആളായിരുന്നു. പക്ഷെ പിന്നീട് മാറി. അവസാനം പറയാതാന്ന്. ഇവിടെ ബ്രസീൽ, അവിടെ ഇപ്പം പറഞ്ഞതേ അർജന്റീന ബ്രസീൽ അങ്ങനെ കപ്പ് കണ്ട് പനിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് അടിച്ച ടീമാണ് ബ്രസീൽ. ഞങ്ങളെ കവർ ചെയ്ത് ഓവർടേക്ക് ചെയ്താൽ മാത്രമേ അർജന്റീനയ്ക്ക് പറയാനുള്ള അവകാശമുള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കപ്പടിച്ച ബ്രസീൽ തന്നെയാണ്. ഈ പ്രാവശ്യത്തെ കപ്പ് ഞങ്ങൾ എന്തായാലും അടിക്കും. ഫ്രാൻസ് 16 ടീമുകളിൽ ഇവർ കപ്പടിച്ച കാലത്ത് ഇന്ന് 48 ടീമുണ്ട്. അതിലാണ് കഴിഞ്ഞ കളിയിൽ ഞങ്ങൾ ഫൈനൽ അടിച്ച്. ഫൈനലിലെ ഞങ്ങൾ തോറ്റുള്ളൂ, അല്ല തോൽക്കും ഞങ്ങൾക്കില്ല. ഇത്തവണ 42 ടീമല്ലേ? ഫുട്ബോളിൽ തറവാട് ബ്രസീലാണ്. ജർമ്മനി വാ. എന്താ മറുപടി പറ. കാട്ടില് കുറുക്കന്മാരും ഒക്കെ ഒരു ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ സിംഹം കുറവായിരിക്കും. കപ്പിന്റെ എണ്ണം കാണിച്ച് നമ്മളെ പഠിപ്പിക്കണ്ട. ഡിയേഗോ മറഡോണയുടെ കളി കണ്ട് വളർന്നവരാണ് ഞങ്ങൾ. ഇന്ന് അത് ലിയണൽ മെസ്സിയിലൂടെ ഫുട്ബോള് പൂർണ്ണമായി എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അവര് റൊണാൾഡീനിയോ ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും അർജന്റീന ഒരു എതിരാളിയായി കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. നമ്മുടെ കൂട്ടത്തിലൊരു ചാമ്പ്യൻ ടീമായിരുന്ന ഒരാളുണ്ട്, ജർമ്മനിയുടെ ഭാഗമായിട്ട്. ഇതിൽ അവകാശവാദങ്ങൾ പലർക്കും ഉണ്ടാവും, പക്ഷെ ജർമ്മനിക്ക് അവകാശവാദം ഇല്ല. നല്ല കളി കാണണമെങ്കിൽ ജർമ്മനിന്റെ കളി കാണണം. ഈ പ്രാവശ്യം ജർമ്മനി നല്ല ശക്തിയായി മുന്നിൽ ഉണ്ടാവും ചെയ്യും. കിട്ടുമോ? ധൈര്യമായിട്ട് പറ. പോർച്ചുഗൽ ഇവിടുന്ന് പറഞ്ഞ ഒരു CR7 മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. CR7 മതിയല്ലോ. രാജാവ് ഒന്നല്ലേ ഉള്ളൂ, ലോകത്തിലെ ഒരു രാജാവേ ഉള്ളൂ, അത് CR7 ആണ്. CR7 കപ്പടിക്കും എന്നുള്ള പ്രതീക്ഷ. യെസ്
ഇതുണ്ടാവും ലോകത്തിന് മുന്നിൽ ഇനി. ഹൃദയത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. ജൂലൈ 16 ഒരു ഫാൻസ് ഒഴിവാക്കിയിട്ട് എല്ലാ കളിക്കുന്ന ടീമിനെയും പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്. കളിക്കുന്ന ടീമിന് ഏറ്റവും കൂടുതൽ കളിക്കുന്നത്. ഇത്തവണ ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവചനം നെതർലാൻഡ്സ് നേടും. അതെ, നെതർലാൻഡ്സ് ഇംഗ്ലണ്ട് വരാൻ സാധ്യത, ഒരുപാട് സാധ്യത. പ്രവചനങ്ങൾ ആർക്കും എന്തും ആവാം, പക്ഷേ ഒന്നുള്ളൂ, അർജന്റീന കപ്പടിക്കൂല. അത്രേ ഉള്ളൂ. എന്റെ ടീം പ്രഖ്യാപിക്കണ്ടേ? എന്റെ ടീം പ്രഖ്യാപിക്കണ്ടേ? ടീം അർജന്റീന. എന്തായാലും അങ്ങനെയല്ല, ഹൃദയം കൊണ്ട് അർജന്റീനയാണെങ്കിൽ കൂടിയും ഏത് ടീമും നന്നായി കളിക്കട്ടെ. ഇവിടെ ഫാൻ ഷോ ഗംഭീരമായിട്ട് തന്നെ മുറുകുകയാണ്. ഈ ഫുട്ബോളിന്റെ ആവേശമാണ്, കാരണം ഇവരെയൊക്കെ ഒരുമിപ്പിക്കുന്നത് ടീമുകളൊക്കെയാണ്, വാശിയാണ് അല്ലേ. അതിനപ്പുറത്തേക്ക് ഫുട്ബോൾ എന്ന് പറയുന്ന ഹൃദയവികാരമാണ് ഓരോരുത്തരെയും ഒന്നിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ലോകകപ്പ് അടിപൊളി. ക്യാമറ പേഴ്സൺ റിഷാദ് ടി കെയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.